ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനുശേഷമുണ്ടായ നടിമാരുടെ വെളിപ്പെടുത്തൽ അതിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏറ്റവും ഒടുവിലായി ധൈര്യപൂർവ്വം പരാതിയുമായി നിരവധി താരങ്ങൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അതിനെ തുടർന്ന് കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഒരു വാർത്തയിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രേക്ഷകരെല്ലാവരും സഞ്ചരിക്കുന്നത്. മലയാള സിനിമാ ലോകത്തിലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രമുഖർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയമ നടപടി കുരുക്കിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ്. ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കം തന്നെ ആ നിലയ്ക്കായിരുന്നു. കഴിഞ്ഞ ദിവസം AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിലെത്തി പരാതിക്കാരിയായ ഒരു യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 10 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് നടന്നത്. ഏറെ വൈകിയാണ് ആ മൊഴിയെടുപ്പ് പൂർണ്ണമായത്. അത് പൂർണ്ണമായതിനു ശേഷം രാത്രി തന്നെ നിയമ നടപടിക്രമങ്ങൾ ഓരോന്നും മുന്നോട്ട് പോയി എന്നതാണ് ഇപ്പോൾ കേസെടുത്തതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ. ഓരോ വ്യക്തികൾക്കെതിരെയുമുള്ള കേസുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്ന് പുലർച്ചെ തന്നെ രാവിലെ 5:30 തന്നെ നടൻ ജയസൂര്യക്കെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിവരമാണ് ആദ്യം പുറത്തു വന്നത്. ഇതും കൊച്ചിയിലെ നടിയുടെ മൊഴിയിലാണ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ M മുകേഷിനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് സാലി മുഹമ്മദാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് സാലി. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ ഒരു മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ തിരക്കിട്ട നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിനു പിന്നാലെ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും അടക്കം കേസെടുത്തിട്ടുണ്ട്. ഇടവേള ബാബുവിനെതിരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നു. ഇത് ഓരോന്നും നമുക്ക് എങ്ങനെ പരിശോധിക്കാം, എങ്ങനെ വിലയിരുത്താം? കാവ്യ, ഒരു പശ്ചാത്തലം നമുക്കൊക്കെ അറിയുന്നത് പോലെ ആലുവ സ്വദേശിനിയായ യുവനടി നൽകിയ പരാതിയെ തുടർന്നാണ് അവരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 10-14 മണിക്കൂർ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇന്നലെ അന്വേഷണ സംഘം മടങ്ങിയത് ആലുവ ചൊവ്വരയിലെ ഫ്ളാറ്റിൽ നിന്നും. തുടർന്ന് അതിൻ്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. കേസെടുക്കുക എന്നുള്ളൊരു സാധാരണ നടപടിക്രമം മാത്രമാണ് ഈ പരാതിയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ഇനി ഈ കേസ് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ പരിശോധന പോലീസിന് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് ഇതിൻ്റെ ഒരു പശ്ചാത്തലവും കാര്യങ്ങളും. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പ്രധാനപ്പെട്ടത് മൊത്തം 7 പേർക്കെതിരെയായിരുന്നു ഈ നടിയുടെ പരാതി ഉണ്ടായിരുന്നത്, മൊഴി ഉണ്ടായിരുന്നത്. അതിൽ 6 കേസുകൾ കൊച്ചിയിലും 1 കേസ് തിരുവനന്തപുരത്തും എടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അതിനനുസരിച്ച് തന്നെ കേസുകൾ ഒന്നൊന്നായി എടുത്തു വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. M മുകേഷ് MLA, ഒപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് തന്നെ ബാക്കി 3 പേർക്കെതിരെയുള്ള കേസും തുടർ നടപടികളും ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതൊരു നടപടിക്രമം ആണ്. പരാതിയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ FIR ഇടുക എന്നുള്ളത് നടപടിക്രമമാണ്. ആ നടപടിക്രമം അനുസരിച്ചാണ് ഓരോ കേസും. അതിൽ കോൺഗ്രസ് നേതാവ് V ചന്ദ്രശേഖരനെതിരെയുള്ള കേസ് ബലാത്സംഗം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ്. അതിൽ കോൺഗ്രസ് നേതാവ് അഭിഭാഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും കോൺഗ്രസ് നിയമസഹായ വേദിയുടെ പ്രസിഡൻറ്റും ഒപ്പം K സുധാകരൻ്റെ ഉറ്റ അനുയായിയുമായ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ ഈ നടി കൃത്യമായി മൊഴി നൽകിയിരുന്നു. ബോൾഗാട്ടി ഹോട്ടലിൽ വെച്ച് തന്നെ മറ്റൊരാൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആ പരാതി. ആ പരാതിയിലാണ് ചന്ദ്രശേഖരനെതിരെ കേസ്. മറ്റൊന്ന് M മുകേഷിനെതിരെയാണ്. മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് മരട് പോലീസാണ്. അതായത് ഈ പെൺകുട്ടി, ഈ യുവതി നൽകിയ പരാതിയിൽ മരട് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുമായിരുന്നു. IPC 354, 509, 452. അത് സ്ത്രീത്വത്തെ അപമാനിച്ചു, തടഞ്ഞു വെച്ചു എന്നീ കുറ്റങ്ങളാണ്. ആ മുകേഷിനെതിരെ സമാനമായ മൊഴി ഈ പെൺകുട്ടിയുടെ, യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കേസെടുത്തു. ഇനി നടപടിക്രമങ്ങൾ ഓരോന്നായി വരികയും ചെയ്യും. ഒപ്പം ഇടവേള ബാബുവിനെതിരെയും ഇത്തരത്തിൽ പരാതിയും മൊഴിയും പെൺകുട്ടിയുടേതായുണ്ട്. ഇടവേള ബാബുവിനെതിരെയും കേസെടുത്തു. നോർത്ത് പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓരോ പോലീസ് സ്റ്റേഷനിലേക്കും ഈ കേസ് റെഫർ ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. കാരണം ഇത് പരാതി ലഭിച്ചു, പ്രത്യേക അന്വേഷണ സംഘം വന്ന് മൊഴി രേഖപ്പെടുത്തി പ്രാഥമിക നടപടിക്രമം പൂർത്തിയാക്കിയതിന് ശേഷം ഏത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണോ ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഈ കുറ്റകൃത്യം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥലം, ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറും എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരുന്നത്. അതിനനുസരിച്ചുള്ള നടപടിക്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇടവേള ബാബുവിൻ്റെ കേസിലാണ് ഈ കൊച്ചി നോർത്ത് പോലീസ്, ഒപ്പം അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ പേരിലാണെങ്കിൽ കൊച്ചി സെൻട്രൽ പോലീസ്,
എം മുകേഷിൻ്റെ പേരിലാണെങ്കിൽ മരട് പോലീസ്. അങ്ങനെ 3 കേസുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ബാക്കി 3 കേസുകളുടെ വിവരങ്ങൾ കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ഇനി പോലീസിന് ചെയ്യാൻ കഴിയുക ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രതികളായ പോലീസ് പ്രതി ചേർത്തിരിക്കുന്ന ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതാത് പോലീസ് ഏത് പോലീസിലാണോ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്, FIR ഇട്ടത്, ആ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പ്രതികളെ വിളിച്ച് ചോദ്യം ചെയ്യും. ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും. അതിനനുസരിച്ച് ഇന്നലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ IPS ഉദ്യോഗസ്ഥർ തന്നെ വന്ന് മൊഴി രേഖപ്പെടുത്തി മടങ്ങി. അവർ ആ മൊഴിയും വിവരങ്ങളും അതാത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. അതിൻ്റെ തുടർ നടപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഈ ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിനനുസരിച്ച് ബാക്കി തെളിവുകൾ ശേഖരിച്ച് ഇങ്ങനൊരു കുറ്റകൃത്യം നടന്നു എന്ന് പോലീസ് ഉറപ്പാക്കണം. അത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇവരുടെ കുറ്റവിചാരണ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. കാരണം ഇത് വളരെ പഴക്കമുള്ള കേസുകളാണ്. പലതും 10-12 വർഷം പഴക്കമുള്ള കേസുകളാണ്. അത്തരം പഴക്കമുള്ള കേസുകളിൽ തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. സ്വാഭാവികമായും അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം ഈ പെൺകുട്ടി മൊഴിയിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ കുറേ നടപടിക്രമങ്ങൾ അതിനകത്ത് പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ യുവതിയെ കോടതിയിൽ ഹാജരാക്കി CRPC 164 പ്രകാരം കോടതി മജിസ്ട്രേറ്റ് മുമ്പാകെ രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. കാരണം പിന്നീട് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ യുവതി പരാതിക്കാരി മൊഴി മാറ്റി പരാതിയിൽ നിന്ന് പിന്മാറിയാൽ കുരുക്കിലാകുന്നത് പോലീസായിരിക്കും. ഈ കേസെടുത്ത ആളുകൾ പോലീസിനെതിരെ കോടതിയിൽ പോകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എല്ലാ സാങ്കേതികവും നിയമപരവുമായ വശങ്ങളും സേഫാക്കിയതിന് ശേഷമേ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കൂ. വരും ദിവസങ്ങളിൽ ഈ ആളുകളെ, അതായത് മുകേഷ് ഇടവേള ബാബു, ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് തുടങ്ങിയ ആളുകളെല്ലാം അതാത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അതാത് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇനി ശേഷിക്കുന്ന നടപടിക്രമം. ശരി.